റജുലാനി തുഹാബാ ഫില്ലാഹ്, രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലുള്ളതാ. ആരാ പഠിപ്പിച്ചത്? ലോകത്തിന്നേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത സത്യസന്ധതയുടെ നിറകുടമായ മദീനയിലെ പൊന്നമ്പിളിയായ ലോകത്തിന്റെ സയ്യിദായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ചെറുപ്പക്കാരാ? ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, നാളെ ആഖിറത്തിൽ നിനക്ക് ഉപകാരപ്പെടാത്ത കൂട്ടുകാര് നിനക്ക് ആവശ്യമില്ലടാ. നാളെ ഖബർ കിടക്കുമ്പോ നിനക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യാത്ത കൂട്ടുകാര് നിനക്ക് ആവശ്യമില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടു, അതിന്റെ മുകളിൽ ആദരാഞ്ജലികൾ എന്നൊരു കുറിപ്പ് കണ്ടു. അവന്റെ കൂട്ടുകാര് പോസ്റ്റ് ചെയ്ത ഫോട്ടോയാ. ഞാൻ അതിന്റെ കമന്റ്സിലേക്കൊന്ന് നോക്കിയതാ. അതിൽ എത്രയോ ചെറുപ്പക്കാര് ഐ മിസ് യു ബ്രോ, ഇനി നിന്നെ കിട്ടില്ലല്ലോ ബ്രോ, അടിച്ചു പൊളിക്കാൻ നീല്ലടാ ബ്രോ എന്നുള്ള കമന്റ്സ് അല്ലാതെ നാളെ നിന്റെ ഖബറിലേക്ക് അല്ലാഹുവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, അല്ലാഹുവിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്ന ഒരു കമന്റ്സും ഞാൻ വളരെ വിരളമായിട്ടല്ലാതെ അതിൽ കണ്ടില്ല. 20 വയസ്സോളം പ്രായമുള്ള കൂട്ടുകാരനാ. ഇത്രയും വർഷം അവൻ അടിച്ചു പൊളിച്ച് തിമിർത്തടിച്ചിട്ട് പോലും അവന്റെ കൂടെ നടന്ന കൂട്ടുകാരവന്റെ ഖബറിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാറില്ലെങ്കിൽ പിന്നെ 100 അല്ലടാ, 1000 അല്ലടാ, കോടാനുകോടി കൂട്ടുകാരന്റെ കാഴ്ചവെട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഉപകാരമില്ലടാ, ഉപകാരമില്ല. കാരണം നിനക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന കൂട്ടുകാര് നിന്റെ കൂടെ അടിപിടിക്കും 100 പേര് കാണുമെടാ. നിന്റെ കൂടെ കമന്റ്സ് അടിക്കാൻ 1000 പേര് വരുമെടാ. നിന്റെ കൂടെ കോളേജിന്റെ തിട്ടകൾ നിറങ്ങാൻ നിന്റെ കൂട്ടുകാര് മുഴുവൻ കാണുമെടാ. നിന്റെ കൂടെ തോന്നിവാസങ്ങൾ നടത്താൻ നിന്റെ എത്രയോ കൂട്ടുകാര് കൂടെ കാണുമെടാ. ആ സമയത്താണ് പള്ളിയുടെ മിനാരത്തിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രപഞ്ച സൃഷ്ടാവിന്റെ മഹനീയമായ പേരുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വരാൻ നിന്റെ 100 കൂട്ടുകാര് 2 പേര് കൂടി വന്നാൽ കാണുമല്ലോ. ബാക്കിയുള്ളവർക്ക് നിസ്കാരം വേണ്ട. അങ്ങനെയുള്ള കൂട്ടുകാര് നിന്റെ ഖബറിലേക്കുള്ള വഴിയാ. നമുക്കതിന്റെ ആവശ്യമില്ലടാ. നന്മയിലേക്കുള്ള കൂട്ടുകെട്ട് നിനക്ക് ഉപകാരമാ. നാളെ ഖബറിലേക്ക് ഉപകാരം ചെയ്യുന്ന കൂട്ടുകാര് നല്ലതാ. ഇന്ന് വാപ്പയേക്കാൾ ഇഷ്ടം നിനക്ക് നിന്റെ കൂട്ടുകാരനെയാ. അല്ലാഹുവിന്റെ ഹബീബിനേക്കാൾ ഇഷ്ടം നിനക്ക് നിന്റെ കൂട്ടുകാരനല്ലേ ചെറുപ്പക്കാരാ. റസൂലുള്ളാഹിനേക്കാൾ ഇഷ്ടം, ഉമ്മയേക്കാൾ ഇഷ്ടം, വാപ്പയേക്കാൾ ഇഷ്ടം നിനക്ക് നിന്റെ കൂട്ടുകാരാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ കൂട്ടുകാരെ നീ ഇത്രത്തോളം ഇഷ്ടപ്പെടാൻ കാരണം നീ എന്ത് വൃത്തികേട് കാണിച്ചാലും അവർ നിനക്ക് സപ്പോർട്ട് ചെയ്തു തരും. എന്റെ കൂടെ നിൽക്കും. വ്യഭിചാരത്തിന് പോണോ അവര് കൂട്ടു നിൽക്കും. കള്ള് കുടിക്കണോ അവര് കൂട്ടു നിൽക്കും. പക്ഷെ ഒരിക്കലും നിന്റെ ഉമ്മ ഉപ്പമാര് ഒരിക്കലും അത് നിനക്ക് അനുഭവിച്ചു തരില്ല. കൂട്ടുകാർക്കെപ്പോഴും കൂട്ടുകാരെ വേണം. അതുകൊണ്ട് കൂട്ടുകാരൻ ചെയ്യുന്ന സർവ്വ തെറ്റുകൾക്കും അവര് സപ്പോർട്ട് ചെയ്തു കൊടുക്കും. അതല്ല വേണ്ടത്. കൂട്ടുകാരൻ പിന്നയിലേക്ക് കടക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ പറ്റുന്നൊരു കൂട്ടുകാരൻ വേണം. അതാണ് കൂട്ടുകാരൻ, നാളെ സ്വർഗത്തിലേക്കുള്ള കൂട്ടുകാരൻ. അത് നേടിയെടുക്കാൻ നീ ശ്രമിക്കണം. ഇന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വല്ലാത്ത കൂട്ടായ്മയല്ലേ. എന്തുപകാരം കിട്ടുന്നുണ്ടടാ നിനക്ക്? സമയം ചെലവഴിക്കും തോറും നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ തലങ്ങളും തകർന്ന് തരിപ്പണമായി പോകലല്ലാതെ എന്തുപകാരം കിട്ടുന്നുണ്ട് നിനക്ക്? നാളെ ഖബറിലേക്ക് നിനക്കൊന്ന് കണ്ണീരോടെ ദുആ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടുകാരെ കാണിക്കുന്നേ. അതാണ് വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. നാളെ ഖബറിലേക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്ന